ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ടൊരു പുതിയൊരു മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിക്കാൻ പോവാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഇടയായിട്ട് കുറച്ച് പണികൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കിട്ടിയ മെയിൻ പണി എന്താണെന്ന് പറഞ്ഞുതരാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കാണുന്ന പിരാന നല്ലതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ടുണ്ട്. ഇതുവരെ അവൻ റീകവർ ആയിട്ടില്ല. അപ്പോൾ ഇവൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും. അത് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു മീനെ വാങ്ങിക്കാനുള്ള സ്പോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലെത്തിയിട്ടാണ് മീൻ ഏതാണെന്ന് കാണിച്ച് തരാറ്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ മീൻ ഏതാണെന്ന് റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു മോൺസ്റ്റർ ഫിഷിനെ ആ ഒരു വളർത്തുന്ന ടൈമിൽ തന്നെ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു മീനാണിത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷാണ് കേട്ടോ. അവൻ്റെ ഒരു 2 ഇഞ്ച് വലിപ്പമുള്ളൊരു കുഞ്ഞിനാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇത് നമുക്കിത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവൻ നല്ലതുപോലെ തന്നെ സ്ട്രെസ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും. അപ്പോൾ നമ്മളിത് ഇവനൊരു ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്പോട്ടഡിൻ്റെ ഒപ്പം ഇടാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് 38 സെക്കൻഡ് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ഒരു pH ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എന്തായാലും നിങ്ങളൊരു പുതിയ മീനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തോ. ഇനി നമ്മൾ മീനെ പതുക്കെ കൈകൊണ്ട് നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. യാതൊരുവിധ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ അവനെ ടാങ്കിലോട്ട് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ നമുക്ക് നല്ല 8-ൻ്റെ അല്ല, നല്ല 88-ൻ്റെ പണിയാണ് കിട്ടിയേക്കണത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഇല്ലേ, അവൻ നല്ലതുപോലെ തന്നെ ഹെവി സൈസ് ആയിട്ടുണ്ട് കൊണ്ടുവന്നതിനേക്കാളും. അപ്പോൾ അവൻ്റെ പവർ കാണിക്കാനുണ്ട് റെഡ് ടെയിലിനെ കൊത്തി ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഷോക്കായി, ശരിക്കും പൊളിഞ്ഞ്. കാരണം സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനത്തെ ഒരു പാവൻ നേച്ചറുള്ളൊരു മീനായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ സ്വഭാവം മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ. വളർത്തിയവൻ്റെ ഗുണമാണെന്നൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്താ സംഭവിക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ മീനിൻ്റെ ടാങ്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് നമ്മുടെ സ്പോട്ടഡ് അല്ല, നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ ഇട്ടേക്കുന്നത് ഈ കാണുന്നൊരു ബക്കറ്റിനകത്താണ് കേട്ടോ. ഇങ്ങനെ ഇടാൻ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഉച്ച സമയമാണ്. ഇപ്പോൾ ടാങ്കൊക്കെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ എനർജി മൊത്തം പോകും കേട്ടോ. അപ്പോൾ മര്യാദക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3:30 അല്ല, ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാങ്ക് മാറ്റാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് കിടക്കുന്നത് ഗപ്പികളുടെ ടാങ്കിലാണ് കേട്ടോ. നമ്മൾ ഗപ്പീസിനൊക്കെ പിടിച്ച് ഓസ്കാറിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിരാനയ്ക്ക് ഇട്ടിട്ടുണ്ട്. അവൻ എന്തായാലും കഴിക്കൂല, കാരണം അവൻ്റെ അവസ്ഥ അത്ര മോശമാണ്. ഓക്കെ, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അവൻ ഓക്കെയാണ്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവന് വാട്ടർ കണ്ടീഷൻ കുഴപ്പമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടാങ്കിനകത്ത് ഞാൻ പിടിച്ച് മാറ്റിയത്. ഇനി അവൻ അതിനകത്ത് കിടന്ന് വളർന്നോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ റെഡ് ടെയിലിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലോട്ട് നോക്കാം. അങ്ങനെ നമ്മളിത് നല്ലതുപോലെ തന്നെ വാട്ടറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വാഴ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു വെള്ളത്തിനകത്തുള്ള ബാക്ടീരിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ക്വാണ്ടിറ്റിയിലില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മീനെ പിടിച്ച് നമ്മളിത് പുതിയ ടാങ്കിലോട്ട് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു സമാധാനമായത്. നേരത്തെ വരെ എനിക്ക് ശരിക്കും പറഞ്ഞ ഉറക്കം പോലും ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ നമുക്ക് പിരാനയുടെ കാര്യം സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ അപ്ഡേറ്റ് നമുക്ക് ഡെയിലി ഇടുന്നതായിരിക്കും. റിസൾട്ട് എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് റിസൾട്ട് ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്യൂട്ടോ. ആ കാര്യത്തിലൊരു ഡൗട്ട് വേണ്ട. ഇനി നമുക്ക് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെയും കൂടി വീഡിയോസ് നമുക്ക് ഡെയിലി ഇടേണ്ടതായിട്ടുണ്ട്. ഇവൻ എപ്പോൾ ഫുഡ് എടുത്ത് തുടങ്ങും, ഇവൻ എപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യണം, എപ്പോൾ നമ്മളായിട്ട് ഇണങ്ങും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇടാട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആയിക്കോ, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.